നമ്മൾ കിച്ചണിലൊക്കെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വയ്ക്കും. പല കറികളുണ്ടാവും. ഒരു തോരനുണ്ടാവും, അവിയലുണ്ടാവും, സാമ്പാറുണ്ടാവും. അതിന് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞു വെക്കുന്ന വെജിറ്റബിൾസ് ചില സമയത്ത് ഇതെല്ലാം ഒരുമിച്ചായിരിക്കും എടുത്തുകൊണ്ട് വെക്കുക. എന്നിട്ട് ഓരോന്നിനും കൃത്യമായി എടുത്ത് സെപ്പറേറ്റ് ആക്കി പ്രിപ്പയർ ചെയ്യും. ഇത്ര വെജിറ്റബിൾസ് ഇന്നതിന് വേണമെന്നുള്ളത്. അത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ലല്ലേ നമ്മുടെ കിച്ചണിൽ. കാരണം അത് ആ കോമ്പിനേഷൻസിന് ചെറിയ മാറ്റങ്ങൾ അനുവദനീയമാണ്. എന്നാൽ നമ്മുടെ ഒ ടിയിലും കീമോതെറാപ്പിയിലും ICUയിലും ഒക്കെ ക്രിട്ടിക്കൽ പേഷ്യൻസിന് വേണ്ടിയിട്ട് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് ലേബൽ ചെയ്തിരിക്കണം. ഇന്ന പ്രിപ്പറേഷനാണ് ഇതെന്നത് ലേബൽ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രം ആണ് അടുത്ത മെഡിസിൻ പ്രിപ്പയർ ചെയ്യുകയും ലേബൽ ചെയ്യുകയും ചെയ്യേണ്ട. മൾട്ടിപ്പിൾ മെഡിസിൻസ് ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, വൺ ആഫ്റ്റർ വൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ലേബൽ ചെയ്യണം. എന്നിട്ടാണ് അടുത്ത മെഡിസിൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. MOM 7B പ്രിപ്പയർഡ് മെഡിക്കേഷൻ ഇസ് ലേബിൾഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് എ സെക്കൻഡ് ഡ്രഗ്. അടുത്ത ഒരു മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രിപ്പയർ ചെയ്ത മരുന്ന് ലേബൽ ചെയ്യണം. നമ്മുടെ ആശുപത്രിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയത്. കാരണം ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ICUയിൽ വന്നതാണ്. ഒ ടിയിലും ICUയിലും കീമോതെറാപ്പിയിലും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊരു ലേബലിംഗ് സംവിധാനം ഉണ്ടെന്ന് കണ്ടു. വളരെ മനോഹരമാണ്. അത് തുടരുക. അങ്ങനെ ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ കൃത്യമായി ഓർക്കണം, ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഏരിയാസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രഗുകൾ കൃത്യമായി ഓരോ ഡ്രഗിൻ്റെ പ്രിപ്പറേഷന് ശേഷവും ലേബൽ ചെയ്തിരിക്കണം കൃത്യമായിട്ട്. ഏതാണ് മരുന്ന്, എന്ത് ഡോസിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഏത് സമയത്ത് കൊടുക്കാനുള്ളതാണ് എന്നത് MOM 7B